അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. ടോപ്പിക്ക് മത്സ്യബന്ധനം, അതുപോലെ തന്നെ കായിക രംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവുകളാണ്. ഡേ 38. ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന കേരളവുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിലെ മത്സ്യബന്ധനം അതുപോലെ തന്നെ കായിക രംഗവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നോക്കാം. മത്സ്യബന്ധനം നോക്കുമ്പോൾ നമ്മൾ കേരളം മാത്രമല്ല കുറച്ച് പുറത്തുനിന്നുള്ള കാര്യങ്ങളും കൂടെ അതിനകത്ത് ഇൻക്ലൂഡായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, കായിക രംഗം കേരളത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് കമ്പനി ബോർഡ് LGS വെബ്കോ LDCയുടെ PDF നോട്ട്, പെയ്ഡ് PDF നോട്ട് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് 9496822117 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാനാണ്. ഓക്കെ, PDF നോട്ടും CA നോട്ടും എല്ലാം എക്സാമൊക്കെ ലഭിക്കും. ക്ലാസ്സിലേക്ക് പോകാൻ ശ്രദ്ധിക്കാം. മത്സ്യബന്ധനം. കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1966. ഓർത്ത് വയ്ക്കുക, കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1966. കേരളത്തിലെ തീരദേശ പ്രാഥമിക മത്സ്യത്തൊഴിലാളി ക്ഷേമ സംഘത്തിൻ്റെ ഫെഡറേഷൻ ആണ് മത്സ്യഫെഡ് അഥവാ മത്സ്യവികസന ഫെഡറേഷൻ. മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപെക്സ് ഫെഡറേഷനാണ് മത്സ്യഫെഡ്. മത്സ്യഫെഡിൻ്റെ ഉൽപ്പന്നമാണ് ന്യൂട്രി ഫിഷ്. മത്സ്യഗ്രാമങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മാതൃക മത്സ്യഗ്രാമം. മത്സ്യഗ്രാമങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മാതൃക മത്സ്യഗ്രാമം. ഉൾനാടൻ മത്സ്യസമ്പന്നത വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിൻ്റെ പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും പദ്ധതി. ഓക്കെ, അടുത്ത് കേരളത്തിലെ തീരപ്രദേശത്ത് 50 മീറ്ററിനുള്ളിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയാണ് പുനർഗേഹം. അടുത്ത മത്സ്യബന്ധന യാനങ്ങൾ കടലിൽ പോകുന്നതും തിരികെ വരുന്നതും കൃത്യമായി രേഖപ്പെടുത്തുന്ന മൊബൈൽ ആപ്പാണ് സാഗര. ജൈവ കൃഷി പോലെ മത്സ്യകൃഷിയും പ്രോത്സാഹിപ്പിക്കാനുള്ള ജനകീയമായുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് മുറ്റത്തെ മീൻതോട്ടം. അടുത്ത കേരള അക്വാഞ്ചേഴ്സ് ഇന്റർനാഷണൽ ലിമിറ്റഡ് എവിടെയാണെന്ന് വെച്ചാൽ കാവിൽ, എവിടെയാണെന്ന് വെച്ചാൽ കൊച്ചിയാണ്. ഫിഷറീസ് അനുബന്ധ വിഷയങ്ങളുമായി സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ സർവകലാശാലയാണ് കുഫോസ്. കേട്ടിട്ടുണ്ടാവും കുഫോസ്. കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാലയാണ് കുഫോസ്. സ്ഥിതി ചെയ്യുന്നത് കൊച്ചി ആണെന്ന് ഓർത്തുവയ്ക്കാം. 2010 ഡിസംബർ 30 കേരള നിയമസഭ പാസാക്കിയ ബില്ല് അനുസരിച്ച് സ്ഥാപിതമായ സ്ഥാപനമാണ് കുഫോസ് എന്ന് ഓർത്തുവയ്ക്കുക. ഏത് വർഷം 2010 ഡിസംബർ 30. ഓക്കെ, അടുത്ത് കുഫോസ് സർവകലാശാല ഉദ്ഘാടനം ചെയ്ത് 2011 ഫെബ്രുവരി 20. കുഫോസിൻ്റെ ആസ്ഥാനം പനങ്ങാട് സ്ഥിതി ചെയ്യുന്ന ഫിഷറീസ് കോളേജിൽ സ്ഥാപിതമായ വർഷം 1979. എന്നാൽ കുഫോസിൻ്റെ ആസ്ഥാനം പനങ്ങാട് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഫിഷറീസ് കോളേജ് സ്ഥാപിതമായ വർഷം 1971. ഫിഷറീസ് കോളേജിലാണ് ഏത് കുഫോസ് സ്ഥിതി ചെയ്യുന്നത്. സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറാണ് ഡോക്ടർ B മധുസൂദനക്കുറുപ്പ്. ഭക്ഷ്യയോഗ്യമല്ലാത്ത മത്സ്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് കീഴിൽ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സാഗർ റാണി. മത്സ്യങ്ങളിൽ മായം ചേർക്കുന്നത് കണ്ടെത്തുന്നതിന് കേരള ഗവൺമെൻറ്റും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയും ചേർന്ന് നിർമ്മിച്ച ടെസ്റ്റാണ് CIF ടെസ്റ്റ് കിറ്റ്. ഓക്കെ, മത്സ്യങ്ങളിലെ മായം ചേർക്കുന്നത് കണ്ടെത്തുന്നതിന് കേരള ഗവൺമെൻറ്റും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ചേർന്ന് നിർമ്മിച്ച ടെസ്റ്റ് കിറ്റാണ് CIF ടെസ്റ്റ് കിറ്റ്. മത്സ്യങ്ങളിൽ അമോണിയ പോലുള്ള രാസവസ്തുക്കൾ ചേർക്കുന്നത് കണ്ടെത്തുന്നതിന് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി വികസിപ്പിച്ച റാപ്പിഡ് ടെസ്റ്റ് കിറ്റാണ് CheckNEAT. കൂടി മത്സ്യങ്ങളിൽ അമോണിയ പോലുള്ള രാസവസ്തുക്കൾ ചേർക്കുന്നത് കണ്ടെത്തുന്നതിന് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി വികസിപ്പിച്ച റാപ്പിഡ് ടെസ്റ്റ് കിറ്റാണ് CheckNEAT. വികസന ഏജൻസിയെ അഡാക്ക് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൃഷിയാണ് അഡാക്ക്. ഓർത്തുവയ്ക്കുക, വികസന ഏജൻസിയെ അഡാക്ക് എന്തുമായി ബന്ധപ്പെട്ടതാണ്? മത്സ്യകൃഷി. അലങ്കാര മത്സ്യമായ ജെൻഗു ഏത് സ്ഥാപനത്തിൻ്റെ ഭാഗ്യചിഹ്നമെന്ന് വെച്ചാൽ കൊച്ചി വാട്ടർ മെട്രോ. അലങ്കാര മത്സ്യമായ ജെൻഗു ഏത് സ്ഥാപനത്തിൻ്റെ ഭാഗ്യചിഹ്നമാണ്? കൊച്ചി വാട്ടർ മെട്രോ. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങളുള്ള അന്താരാഷ്ട്ര പരിസ്ഥിതി ബഹുമതിയായ ബ്ലൂ ഫ്ലാഗ് ലഭിച്ച കേരളത്തിലെ ബീച്ച് എന്ന് വെച്ചാൽ കാപ്പാട്. പറക്കം മത്സ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ബാർബഡോസ് ആണ്. ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള സമുദ്രം പസഫിക് സമുദ്രം. മത്സ്യങ്ങളില്ലാത്ത കടലാണ് ചാവുകടൽ. ഓക്കെ, ഓർത്ത് വയ്ക്കുക, മത്സ്യങ്ങൾ ഇല്ലാത്ത കടലാണ് ചാവുകടൽ. അടുത്ത് മത്സ്യശാസ്ത്രം ഏത് സംസ്കാരത്തിൻ്റെ സംഭാവനയാണെന്ന്? ഗ്രീക്ക് സംസ്കാരമാണ്. ചീഞ്ഞ മത്സ്യത്തിൻ്റെ ഗന്ധമുള്ള വാതകമാണ് ഫോസ്ഫീൻ. മത്സ്യത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന മൂലകം കാൽസ്യം. മത്സ്യത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന പോഷണം മാംസ്യം. നാരൻ, കാരി എന്നീ വിഭാഗത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ് ചെമ്മീൻ. നാരൻ, കാരി തുടങ്ങിയവ ഏത് വിഭാഗത്തിൽപ്പെട്ട മത്സ്യങ്ങളെന്ന് വെച്ചാൽ ചെമ്മീൻ വിഭാഗത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കി ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. മത്സ്യത്തൊഴിലാളികൾക്കായി ഏറ്റവും വലിയ ഫ്ലാറ്റ് സമുച്ചയം നിലവിൽ വന്ന ജില്ലയാണ് ആലപ്പുഴ.
മത്സ്യക്കൂട്ടങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ശബ്ദതരംഗമാണ് അൾട്രാസോണിക്. അൾട്രാസോണിക് ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ച് മത്സ്യക്കൂട്ടങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കുന്ന ഉപകരണമാണ് സോണാർ. മീൻപിടുത്തത്തിനിടയിലുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ ഉപഗ്രഹ സഹായത്തോടെ രക്ഷപ്പെടുത്തുന്ന സംവിധാനമാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ. ഇത് കെൽട്രോണാണ് നിർമ്മിക്കുന്നത്. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സംസ്ഥാന സർക്കാർ സ്ഥാപനമാണ് കേരള സംസ്ഥാന തീരദേശ കോർപ്പറേഷൻ. കേരള സംസ്ഥാന തീരദേശ കോർപ്പറേഷൻ ആസ്ഥാനം വഴുതക്കാട്, തിരുവനന്തപുരം. കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം വഴുതക്കാട്, തിരുവനന്തപുരമാണെന്ന് ഓർത്ത് വയ്ക്കാം. അടുത്ത് മത്സ്യബന്ധന മേഖലയിൽ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന തൊഴിൽ പദ്ധതിയാണ് തീരമൈത്രി. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജനയുടെ ഉദ്ഘാടനം 2020 സെപ്റ്റംബർ 10 പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന ഉദ്ഘാടനം നിർവഹിച്ചത് നരേന്ദ്രമോദിയാണെന്ന് ഓർത്തു വയ്ക്കാം. കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് നീണ്ടകരയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് അഡ്മിനിസ്ട്രേഷൻ NIFAM ആസ്ഥാനം കൊച്ചിയാണ്. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന കൊച്ചിയാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമ്മുടെ മത്സ്യവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്ന കേരളവുമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ മത്സ്യബന്ധനത്തിന് ഇമ്പോർട്ടൻസ് വരുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്ന കൊച്ചിയാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് നോട്ടിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് സ്ഥിതി ചെയ്യുന്ന കൊച്ചിയാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്ന മുംബൈയാണ്. സമുദ്ര മത്സ്യ ഉൽപ്പാദനം കൂടുതലുള്ള കേരളത്തിലെ ജില്ല കൊല്ലം ജില്ലയാണ്. കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമമാണ് കുമ്പളങ്ങി. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കൊല്ലം ജില്ലയിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളാണ് നീണ്ടകര, ശക്തികുളങ്ങര. അഷ്ടമുടിക്കായൽ അറബിക്കടലിനോട് ചേരുന്ന പ്രദേശത്തെ മത്സ്യബന്ധന തുറമുഖമാണ് നീണ്ടകര. അടുത്ത നീണ്ടകര ഹാർബർ നിർമ്മാണത്തിൽ ഇന്ത്യയുമായി സഹകരിച്ച വിദേശ രാജ്യമാണ് നോർവേ. 1953. ചെറുവത്തൂർ മത്സ്യബന്ധന തുറമുഖം ഏത് ജില്ലയിലെന്ന് വെച്ചാൽ കാസർഗോഡാണ്. മത്സ്യസമ്പത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ നദിയാണ് ചാലക്കുടി പുഴ. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം. കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് സ്ഥിതി ചെയ്യുന്ന അരൂരാണെന്ന് ഓർത്ത് വയ്ക്കാം. കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. പലതവണ ചോദിച്ചിട്ടാണ്. കേരളത്തിൻ്റെ തീരത്ത് നിന്നോ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യമാണ് മത്തി. കേരളത്തിൽ നിന്നോ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ചെമ്മീനാണ്. കേരളത്തിൽ നിന്നോ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന അലങ്കാര മത്സ്യം ചോദിച്ചാൽ മിസ് കേരള. ശരീരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യമാണ് ഈൽ. അക്വാറ്റിക് ചിക്കൻ എന്നറിയപ്പെടുന്ന മത്സ്യമാണ് തിലോപ്പി. ഗപ്പി, ഗോൾഡ് ഫിഷ് തുടങ്ങിയ ഏത് വിഭാഗത്തിലുള്ള മത്സ്യങ്ങളാണെന്ന് വെച്ചാൽ അലങ്കാര മത്സ്യങ്ങളാണ്. അക്വാകൾച്ചർ വഴി മത്സ്യ ഉൽപ്പാദനം നടത്തുന്ന ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 2ാം സ്ഥാനമാണ്. മത്സ്യസമ്പത്തിൽ വളർച്ച ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് നീല വിപ്ലവം. ഗോവയിലെ പ്രധാന കാർഷിക മേഖലയിലെ തൊഴിൽ എന്ന് വെച്ചാൽ മത്സ്യബന്ധനമാണ്. ഗോവയിലെ പ്രധാന കാർഷിക മേഖലയിലെ തൊഴിൽ മത്സ്യബന്ധനമാണ്. ഓക്കെ, അതുപോലെ തന്നെ ലക്ഷദ്വീപിലും എന്താണ് മത്സ്യബന്ധനമാണ് അവരുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത്. ലക്ഷദ്വീപിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മത്സ്യം ടൂണയാണ്, അതായത് ചൂര. ഓക്കെ, അടുത്ത പാണ്ഡ്യന്മാരുടെ രാജകീയ മുദ്ര എന്നറിയപ്പെടുന്നത് ശുദ്ധജല മത്സ്യമാണ്. രാജസ്ഥാൻ ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് മത്സ്യ എന്നാണ്. ലക്ഷദ്വീപിലെ പ്രധാന വ്യവസായം മത്സ്യബന്ധനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, ഓർത്തു വയ്ക്കുക. കേരളത്തിൻ്റെ തീരദേശ മേഖലയിൽ പ്രധാന വരുമാന മാർഗം മത്സ്യബന്ധനമാണ്. കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം 590 കിലോമീറ്ററാണ്. ഏറ്റവും നീളമുള്ള തീരമുള്ള കേരളത്തിലെ ജില്ലയാണ് കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ളതും കണ്ണൂർ ജില്ലയാണ്. ഓക്കെ, ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്ന രീതി അറിയപ്പെടുന്ന പിസിക്കൾച്ചർ. പലതവണ PSC ചോദിച്ചതാണ്. അതുപോലെ തന്നെ സ്കൂൾ പാഠപുസ്തകത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്ന രീതി അറിയപ്പെടുന്നതാണ് പിസിക്കൾച്ചർ എന്ന് ഓർത്തിക്കുക. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 2ാം സ്ഥാനമാണ്. ഏറ്റവും കുറവ് കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ലയാണ് കൊല്ലം ജില്ല. കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം 9, കടൽത്തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം 5 എന്നിവിടെ ഓർത്തിരിക്കാം. ഏറ്റവും നീളമുള്ള കടൽത്തീരമുള്ള കേരളത്തിലെ താലൂക്കാണ് ചേർത്തല ആലപ്പുഴ താലൂക്കിലാണ്. ആലപ്പുഴ ജില്ലയിലാണ് ചേർത്തല താലൂക്ക്. കേരളത്തിലെ ചാകരയ്ക്ക് പ്രസിദ്ധമായ സ്ഥലങ്ങളാണ് തുമ്പൂളിയും പുറക്കാടും. അടുത്ത് ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴയും ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള ജില്ല എറണാകുളവും കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരവും എന്നാണ് ഓർത്തിരിക്കുക. അടുത്ത നമുക്ക് കായിക കേരളം, രണ്ടാമത്തെ ടോപ്പിക്കാണ് കായിക കേരളം. നമുക്ക് നോക്കാം. കേരള കായിക ദിനം ചോദിച്ചാൽ ഒക്ടോബർ 13 കേരള കായിക ദിനം
ഓർമ്മ വരുത്. കേരള കായിക ദിനം ഒക്ടോബർ 13. ആരുടെ ജന്മദിനമാണ് കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നതെന്ന് വെച്ചാൽ GV രാജയുടെ ജന്മദിനമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് പഠിക്കുക. നാഷണൽ സ്പോർട്സ് ഡേ എന്നാണ് കൂടി പഠിക്കുക. നാഷണൽ സ്പോർട്സ് ഡേ എന്നാണ് ഓഗസ്റ്റ് 29 നാഷണൽ സ്പോർട്സ് ഡേ. ഓഗസ്റ്റ് 29 നാഷണൽ സ്പോർട്സ് ഡേ. ആരുടെ ജന്മദിനം എന്ന് വെച്ചാൽ മേജർ ധ്യാൻ ചന്ദിൻ്റെ ജന്മദിനമാണ് നാഷണൽ സ്പോർട്സ് ഡേ ആയിട്ട് ആചരിക്കുന്നതെന്ന് കൂടി ഇതിൻ്റെ അവസരത്തിൽ ഓർത്തിക്കുക. കേരളത്തിലെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കോതമംഗലമാണ്. കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ലഫ്റ്റനന്റ് കേണൽ PR ഗോതവർമ്മ രാജ അഥവാ GV രാജ. ഓക്കെ, അടുത്ത ട്രാവൻകൂർ കൊച്ചിൻ കേരള സ്പോർട്സ് കൗൺസിലായി പുനഃസംഘടിപ്പിച്ചത് 1974. ട്രാവൻകൂർ കൊച്ചിൻ കേരള സ്പോർട്സ് കൗൺസിലായി പുനഃസംഘടിപ്പിച്ചത് 1974. ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബിൻ്റെ സ്ഥാപകൻ GV രാജയാണ്. ശാസ്താംകലത്താണ് ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്നത്. 1938 ഫെബ്രുവരി 1 ഇത് സ്ഥാപിച്ചത് എന്ന് കൂടി ഓർത്തുവയ്ക്കാം. ട്രാവൻകൂർ കൊച്ചിൻ കേരള സ്പോർട്സ് കൗൺസിലെ പുനഃനാമകരണം ചെയ്ത വ്യക്തിയാണ് GV രാജ. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു വെച്ചാലും GV രാജയാണ്. സ്പോർട്സ് ബിൽ പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും കേരളമാണ്. പരീക്ഷകളിൽ സ്പോർട്സിന് ഗ്രേസ് മാർക്ക് സമ്പ്രദായം ആദ്യമായി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. കായിക നിയമം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം എന്ന് ഓർത്തുവയ്ക്കുക. സ്പോർട്സ് കമ്മീഷനെ നിയമിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ആദ്യ സ്പോർട്സ് സ്കൂൾ GV രാജ സ്പോർട്സ് സ്കൂളാണ്. അത് തിരുവനന്തപുരം ജില്ലയിലാണെന്ന് ഓർത്തുവയ്ക്കുക. മൈലം എന്ന സ്ഥലത്ത്, തിരുവനന്തപുരം ജില്ലയിൽ. നിലവിലെ കേരള കായിക മന്ത്രിയാണ് ശ്രീ OJ ജനീഷ്. ഓർത്തുവയ്ക്കാം. ഏറ്റവും പ്രായം കുറഞ്ഞ, നിലവിലെ 16ാം നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ് ആരെന്ന് പറയുന്നത് OJ ജനീഷ് എന്ന് ഓർത്തുവയ്ക്കാം. അടുത്ത ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ കേരളത്തിൻ്റെ അഭിമാനങ്ങൾ നോക്കാം. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കായിക മേളയാണ് ഒളിമ്പിക്സ് എന്നറിയാം. ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് 1896 ഏതൻസിലാണെന്നറിയാം. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ നിലവിൽ വന്ന വർഷം 1927. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷയാണെന്ന് കൂടെ ഓർത്തിക്കാം. അന്ന് കറക്ഷൻ ഉണ്ട്, അത് നോക്കിയിട്ട് പറയാം. ഇത് ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഓക്കെ, അടുത്ത് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ അധ്യക്ഷനായ ആദ്യ മലയാളിയാണ് PT ഉഷ. ഓക്കെ, ഇത് നോക്കണ്ട കേട്ടോ, ഞാൻ അപ്ഡേറ്റ് ചെയ്തത്, ചെറിയൊരു ഡൗട്ടുണ്ട്. ഓക്കെ, അടുത്ത് കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ നിലവിൽ വന്ന വർഷം 1945. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി CK ലക്ഷ്മണൻ, പാരീസാണ്, 1924. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഒളിമ്പിക്സ് ഗെയിംസിൽ ടീമിനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് തെമ്മാടം മാത്യു വർഗീസ്. ഫുട്ബോളിൽ 1948. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ ശ്രദ്ധിച്ച് പഠിക്കുക. FIFA വേൾഡ് കപ്പ് ടീമിൽ ഇടം പിടിച്ച മലയാളി, അതായത് ഖത്തർ ടീമിൽ ഇടം പിടിച്ചൊരു മലയാളിയുണ്ട്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളണം കേട്ടോ. നമ്മൾ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഓർത്ത് വയ്ക്കുക. അടുത്ത് രണ്ടാമത്തെ മലയാളി ഒളിമ്പ്യനാണ് തെമ്മാടം മാത്യു വർഗീസ്. വിളിപ്പേര് തിരുവല്ല പപ്പൻ അഥവാ ടാറ്റ പപ്പൻ എന്നറിയപ്പെടുന്നു. ഒരു വ്യക്തിഗത ഇനത്തിൽ പങ്കെടുക്കുന്ന സ്വന്തം ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ മലയാളി ഒളിമ്പ്യനാണ് സുരേഷ് ബാബു. 1972. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ് PT ഉഷ. 100 മീറ്റർ 200 മീറ്റർ മോസ്കോ ഒളിമ്പിക്സിലാണ്. ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ മലയാളി താരമാണ് PT ഉഷ. അടുത്ത അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരമാണ് PT ഉഷ. ഒളിമ്പിക്സിൽ 400 മീറ്റർ ഹഡിൽസിൽ യോഗ്യത നേടിയ ആദ്യ മലയാളി അത്ലറ്റാണ് PT ഉഷ എന്നുകൂടി ഓർത്തിക്കാം. ഒരു സെക്കൻഡിൽ 100 അംശത്തിൽ ഒളിമ്പിക്സ് വെങ്കല മെഡൽ നഷ്ടമായ മലയാളിയാണ് PT ഉഷ. 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ്. കായിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള BBC 2020 ഇന്ത്യയിലെ പുരസ്കാരം ലഭിച്ചത് PT ഉഷയ്ക്കാണ്. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ മലയാളി കായിക താരമാണ് PT ഉഷ. ഒളിമ്പിക്സിൻ്റെ സെമി ഫൈനലിലെത്തിയ ആദ്യ മലയാളി താരം ഷൈനി വിൽസൺ ആണ്. 1984 ലോസ് ഏഞ്ചൽസ് വനിതകളുടെ 800 മീറ്ററിൽ. ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിതയാണ് ഷൈനി വിൽസൺ എന്ന് ഓർത്തുവയ്ക്കുക. ബാഴ്സലോണ 1992. ഒരു ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ സംഘത്തിൻ്റെ ആദ്യ വനിതാ ക്യാപ്റ്റനാണ് ഷൈനി വിൽസൺ. ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുത്ത മലയാളിയാണ് ഷൈനി വിൽസൺ. 4 തവണ 1984, 1988, 1992, 1996. തുടർച്ചയായി 6 ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് മീറ്റുകളിൽ പങ്കെടുത്ത റെക്കോർഡിട്ട മലയാളി താരമാണ് ഷൈനി വിൽസൺ. PT ഉഷയ്ക്കും ഷൈനി വിൽസനും ശേഷം ഒളിമ്പിക്സ് സെമി ഫൈനലിലെത്തിയ മലയാളി കായിക താരമാണ് KM ബീനാമോൾ. സിഡ്നി 2000 ഒളിമ്പിക്സിൽ സിഡ്നി ഒളിമ്പിക്സ്.
ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫെഡറിക്. ഹോക്കി താരമായിരുന്നു മാനുവൽ ഫെഡറിക്. വെങ്കല മെഡലാണ് നേടിയത് മ്യൂണിക് ഒളിമ്പിക്സ് 1972. 1973 ആംസ്റ്റർഡാം ലോകകപ്പിൽ വെള്ളി മെഡൽ നേടിയത് എന്നുകൂടി ഓർത്തിക്കാം. ഒളിമ്പിക്സ് മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് PR ശ്രീജേഷ്. വെങ്കല മെഡലാണ്. ഹോക്കിയിലാണ്. 2020 ഓർത്തിക്കുക. ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ മലയാളി ഗോൾ കീപ്പറായിരുന്നു PR ശ്രീജേഷ്. ഓക്കെ, പത്മശ്രീ ലഭിച്ചത് 2017 എന്ന് ഓർത്തുവയ്ക്കാം. 28ാമത് ജിമ്മി ജോർജ് പുരസ്കാര ജേതാവ് PR ശ്രീജേഷാണ്. 2014 GV രാജ അവാർഡ് ലഭിച്ചത് PR ശ്രീജേഷ് എന്ന് ഓർത്തുവയ്ക്കാം. 2016 റിയോ ഡി ഒളിമ്പിക്സിലെ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്ന മലയാളിയാണ് PR ശ്രീജേഷ്. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ 20 കിലോമീറ്റർ മത്സരം നടത്തിയത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച മലയാളിയാണ് KT ഇർഫാൻ എന്നുകൂടി ഓർത്തിക്കാം. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി നീന്തൽ താരമാണ് സെബാസ്റ്റ്യൻ സേവ്യർ. അറ്റ്ലാന്റ ഒളിമ്പിക്സിലാണ് 1996. ഒളിമ്പിക്സിൽ നീന്തൽ വിഭാഗത്തിൽ പങ്കെടുത്ത രണ്ടാമത്തെ മലയാളിയാണ് സാജൻ പ്രകാശ് എന്ന് ഓർത്തിക്കുക. ഒളിമ്പിക്സ് 400 മീറ്റർ ഹഡിൽസിൽ യോഗ്യത നേടിയ ആദ്യ മലയാളിയാണ് പുരുഷ അത്ലറ്റാണ് MP ജാബിർ എന്നോട് ഓർത്തിക്കുക. MP ജാബിർ. ഓക്കെ, അടുത്ത് 2000 ഓർത്തിക്കുക. ഇന്ത്യൻ ഒളിമ്പിക്സ് മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് PK മുരളീധരൻ. 2004. അടുത്ത യൂത്ത് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ മലയാളിയാണ് HS പ്രണോയ്. 2011 2011. അടുത്ത കോമൺവെൽത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ നേട്ടങ്ങൾ നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിക്കാം. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് സുരേഷ് ബാബു. വെങ്കല മെഡലാണ്. 1978 കാനഡയിലാണ്. ലോങ് ജമ്പിലാണെന്ന് ഓർത്തിക്കാം. അടുത്ത കോമൺവെൽത്ത് ഗെയിംസ് അത്ലറ്റിക് ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയ ഇന്ത്യൻ വനിതയാണ് അഞ്ജു ബോബി ജോർജ് എന്ന് ഓർത്തിക്കുക. അഞ്ജു ബോബി ജോർജ് മറന്നുവരുന്നത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അഞ്ജു ബോബി ജോർജ്. ഓക്കെ, അടുത്ത് കോമൺവെൽത്ത് ഗെയിംസിൽ ഇരട്ട മെഡൽ നേടുന്ന ആദ്യ മലയാളി താരമാണ് ട്രീസ ജോളി. ട്രീസ ജോളി. ഓക്കെ, അടുത്ത് ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിൻ്റൺ റൺ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ടീമിൻ്റെ ആദ്യ വനിതയാണ് ട്രീസ ജോളി എന്ന് ഓർത്തിക്കാം. 2010 കോമൺവെൽത്ത് ഗെയിംസിൽ 4x400 മീറ്റർ റിലേയിൽ സ്വർണ്ണ മെഡൽ നേടിയ വ്യക്തിയാണ് സിനി ജോസ്. അതുപോലെ സിനി ജോസ് എന്ന് ഓർത്തിക്കാം. ക്ലിയർ. അടുത്ത 2022 കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടുന്ന ആദ്യ മലയാളിയാണ് അബ്ദുള്ള അബൂബക്കർ. ഓക്കെ, 2022 കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പുരുഷ ലോങ് ജമ്പ് താരമാണ് M ശ്രീശങ്കർ. ഓക്കെ, മലയാളിയാണ് M ശ്രീശങ്കർ. മറന്നു വരുന്നത്. കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിൽ പെൺകുട്ടികളുടെ ഷോട്ട് പുട്ടിൽ വെങ്കല മെഡൽ നേടിയ മലയാളിയാണ് VS അനുപ്രിയ. അടുത്ത ഏഷ്യൻ ഗെയിംസിൽ നമുക്ക് ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ നേട്ടങ്ങൾ നമുക്ക് നോക്കാം. ഏഷ്യൻ ഗെയിംസിൻ്റെ ഔദ്യോഗിക നാമമാണ് ഏഷ്യാഡ്. ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗുരുദത്ത് സോദിയാണെന്ന് ഓർത്തിക്കുക. അടുത്ത ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി താരമാണ് ഇവാൻ ജേക്കബ്. ഫിലിപ്പീൻസ് 1954 ഗെയിംസ് 1954 ഏഷ്യൻ ഗെയിംസ് ഫിലിപ്പീൻസിലാണ് നടന്നത്. 4x400 മീറ്റർ റിലേ വെള്ളി മെഡലാണ് നേടിയത് എന്നുകൂടി ഓർത്ത് വയ്ക്കാം. ഓക്കെ, അടുത്ത് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി വനിതയാണ് ഏഞ്ചൽ മേരി ജോസ്. ഓക്കെ, ബാങ്കോക്ക് ഏഷ്യൻ ഗെയിംസ് ആണ് 1978 ഓർത്ത് വയ്ക്കാം. അടുത്ത ലോങ് ജമ്പിലും പെൻഡാത്തലിലും വെള്ളി മെഡൽ നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ ഏഞ്ചൽ മേരി ജോസഫാണെന്ന് ഓർത്ത് വയ്ക്കാം. അടുത്ത ഏഷ്യാഡിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണം നേടിയ ആദ്യ മലയാളി കായിക താരമാണ് TC യോഹന്നാൻ എന്ന് ഓർത്ത് വയ്ക്കാം. 1974 ടെഹ്റാൻ ഏഷ്യൻ ഗെയിംസിൽ ലോങ് ജമ്പിലാണ് TC യോഹന്നാന് മെഡൽ നേടിയത്. അടുത്ത ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണം നേടിയ ആദ്യ മലയാളി വനിതയാണ് MT വത്സമ. 1982 എന്നുകൂടി ഓർത്ത് വയ്ക്കാം. അടുത്ത ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത സ്വർണ്ണം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിതയാണ് MT വത്സമ. 1982 എന്നുകൂടി ഓർത്ത് വയ്ക്കാം. അടുത്ത ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ മലയാളി അല്ലെങ്കിൽ കായിക താരമാണ് PT ഉഷ. 11 മെഡലുകളാണ് PT ഉഷ നേടിയത്. 11 മെഡലുകൾ മറന്നു വരുന്നത് 11 മെഡലുകൾ. ഓക്കെ, 1974 ടെഹ്റാൻ ഏഷ്യൻ ഗെയിംസിൽ ലോങ് ജമ്പിൽ വെങ്കല മെഡൽ നേടിയ ജേതാവാണ് സതീഷ് പിള്ള എന്നുകൂടി ഓർത്തുക. സതീഷ് പിള്ള. ക്ലിയർ. ഓക്കെ, അടുത്ത് 1986 സോൾ ഏഷ്യൻ ഗെയിംസിൽ 4 സ്വർണവും 1 വെള്ളി മെഡലും നേടിയ കരസ്ഥമാക്കിയ താരമാണ് PT ഉഷ എന്ന് ഓർത്തു വയ്ക്കുക. PT ഉഷ. അടുത്ത് 2010 ഗ്യാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ 10,000 മീറ്ററിൽ സ്വർണ്ണ മെഡലും 5,000 മീറ്റർ വെള്ളി മെഡലും നേടിയ കായിക താരമാണ് പ്രീജ ശ്രീധരൻ. മറന്നു വരുന്നത്. അടുത്ത് 2014 ഇഞ്ചിയോൺ
2014 ഇഞ്ചിയോൺ ഏഷ്യൻ ഗെയിംസിൽ 4x400 മീറ്റർ റിലേയിൽ സ്വർണ്ണ മെഡൽ നേടിയ ടീമിൽ ഉൾപ്പെട്ട മലയാളി താരമാണ് ടിൻറ്റു ലൂക്ക. അടുത്ത 2014 ഏഷ്യൻ ഗെയിംസിൽ സ്ക്വാഷിൽ മെഡൽ സ്വന്തമാക്കിയ മലയാളി താരമാണ് ദീപിക പള്ളിക്കൽ. ഒരു വെള്ളിയും ഒരു വെങ്കലമാണ് നേടിയത്. അനി ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങൾ നമുക്ക് നോക്കാം. ദേശീയ ഗെയിംസിൽ ആദ്യമായിട്ട് നോക്കേണ്ടത് കേരളം ആദ്യമായി ദേശീയ ഗെയിംസിന് വേദിയായത് 1987 27ാമത് ദേശീയ ഗെയിംസിനാണ് കേരളം വേദിയായത്. 27ാമത് ദേശീയ ഗെയിംസ്. ഓക്കെ, 35ാമത് ദേശീയ ഗെയിംസിന്റെ ഗുഡ്വിൽ അംബാസഡർ ആയിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ. 35ാമത് ഏഷ്യൻ ഗെയിംസിന്റെ ഗുഡ്വിൽ അംബാസഡർ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. 2015 ദേശീയ ഗെയിംസിനായി റൺ കേരള റൺ എന്ന തീം സോങ് എഴുതിയത് ONV കുറുപ്പ് എന്ന് ഓർത്ത് വയ്ക്കുക. ആരാണ്? ONV കുറുപ്പ്. മറന്ന പോലെ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കാം. ONV കുറുപ്പ്. ഓക്കെ, അടുത്ത 2015 ദേശീയ ഗെയിംസിന്റെ ആപ്തവാക്യമാണ് ഗെറ്റ് സെറ്റ് പ്ലേ. മറന്നു വരുന്നത് ഗെറ്റ് സെറ്റ് പ്ലേ. ഓക്കെ, അടുത്ത കേരളത്തിൽ രണ്ടാമത്തെ ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം അമ്മു എന്ന വേഴാമ്പലാണ്. രൂപകൽപ്പന ചെയ്തത് രാകേഷ് പി നായർ. മറന്നു വരുന്നത് രാകേഷ് പി നായർ. ഓക്കെ, അടുത്ത 2015 ദേശീയ ഗെയിംസിൽ കേരളത്തിന് വേണ്ടി നീന്തലിൽ 3 സ്വർണം നേടിയത് സാജൻ പ്രകാശ് ആണ്. സാജൻ പ്രകാശ് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സാജൻ പ്രകാശ്. ഓക്കെ, അടുത്ത് ശ്രദ്ധിക്കുക. കേരള ഗെയിംസുമായി ബന്ധപ്പെട്ടാണ്. പ്രഥമ കേരള ഗെയിംസ് നടന്ന വർഷം 2022. ആദ്യ കേരള ഗെയിംസിലെ ചാമ്പ്യൻ തിരുവനന്തപുരമാണ്. 2ാം സ്ഥാനം എറണാകുളം, 3ാം സ്ഥാനം പാലക്കാട്. ഇനി സന്തോഷ് ട്രോഫിയുമായി ബന്ധപ്പെട്ടാണ്. സന്തോഷ് ട്രോഫി എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടാണ് സന്തോഷ് ട്രോഫി എന്ന് ഓർത്ത് വയ്ക്കാം. ചോദിച്ചു കഴിഞ്ഞ ചോദ്യമാണ്. സന്തോഷ് ട്രോഫി ഏതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ടാണ്. ഓർത്ത് വയ്ക്കാം. നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞു. ഖത്തർ ലോകകപ്പ് ടീമിൽ ഇടം പിടിച്ച മലയാളിയെ കുറിച്ച് പറഞ്ഞു. ആരുടെ പേരെന്താ? തഹസീൻ മുഹമ്മദ് ജംഷീദ്. കണ്ണൂർ സ്വദേശിയാണ് തഹസീൻ മുഹമ്മദ് ജംഷീദ് എന്നുകൂടി അവസരത്തിൽ ഓർത്തു വയ്ക്കാം. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിച്ച വർഷം 1941. പ്രഥമ സന്തോഷ് ട്രോഫി ജേതാക്കൾ ബംഗാളാണ്. കേരളം എത്ര പ്രാവശ്യം സന്തോഷ് ട്രോഫി കിരീടം നേടിയിട്ടുണ്ടെന്ന് വെച്ചാൽ 7 തവണയാണ്. ഏറ്റവും അവസാനമായിട്ട് നേടിയത് 2022 ആണ് ഏറ്റവും അവസാനമായിട്ട് കിരീടം നേടിയത്. കേരളം എത്ര തവണ സന്തോഷ് ട്രോഫി ഫൈനലിൽ എത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ 15 തവണയാണ്. കേരളം സന്തോഷ് ട്രോഫി നേടിയ വർഷങ്ങൾ 1973, 92, 93, 2001, 2004, 2017, 2022. അടുത്ത കേരളത്തിൽ ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരം നടന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് 12ാം സന്തോഷ് ട്രോഫിയാണ് നടന്നത് 1955. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ വർഷം 1973. 30ാമത് സന്തോഷ് ട്രോഫിയാണ്. അടുത്ത് സ്ഥലം മഹാരാജാസ് കോളേജാണ്. സ്റ്റേഡിയം കൊച്ചി. തോൽപ്പിച്ച ടീം സർവീസസിനാണ് തോൽപ്പിച്ചത്. 3-2 വിജയം നിർത്തിവയ്ക്കാം. സന്തോഷ് ട്രോഫി നേടിയ ആദ്യ കേരള ടീമിന്റെ ക്യാപ്റ്റൻ CK സുബ്രഹ്മണ്യൻ അല്ലെങ്കിൽ TK മണി അല്ലെങ്കിൽ ക്യാപ്റ്റൻ മണി എന്നൊക്കെ അറിയപ്പെടുന്നു. ഹാട്രിക് ഗോളോടെ കേരളത്തിന് ആദ്യ സന്തോഷ് ട്രോഫി നേടിക്കൊടുത്തത് മണിയാണ്. സന്തോഷ് ട്രോഫി നേടിയ ആദ്യ കേരള ടീമിന്റെ കോച്ചാണ് സൈമൺ സുന്ദർരാജ് എന്ന് ഓർത്തിക്കുക. സന്തോഷ് ട്രോഫി നേടിയ ആദ്യ കേരള ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ TA ജാഫർ എന്ന് ഓർത്തിക്കുക. സന്തോഷ് ട്രോഫി നേടിയ ആദ്യ മലയാളി ക്യാപ്റ്റൻ O ചന്ദ്രശേഖർ മഹാരാഷ്ട്ര ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു 1963 എന്നോട് ഓർത്തിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വേറെ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.